ബില്ലുകൾ തടഞ്ഞുവെച്ച രാഷ്ട്രപതിയുടെ തീരുമാനത്തിനെതിരെ അസാധാരണ നടപടിയുമായി കേരളം. രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കക്ഷി ചേർക്കാൻ സുപ്രീം കോടതിയിൽ കേരളം ഹർജി നൽകി. 4 ബില്ലുകൾ തടഞ്ഞുവെച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ച സാഹചര്യത്തിലാണ് കേരളത്തിന്റെ പുതിയ നീക്കം. 3 ബില്ലുകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയെന്നും 4 എണ്ണം തടഞ്ഞുവെച്ചുവെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് ഫെബ്രുവരി 23-നും 29-നും. എന്നാൽ ബില്ലുകൾ തടഞ്ഞുവെച്ചതിന് മതിയായ കാരണം രാഷ്ട്രപതിയുടെ ഓഫീസ് അറിയിച്ചിട്ടില്ലെന്നാണ് കേരളത്തിന്റെ വാദം. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളൊന്നും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്നവയല്ല. ഗവർണർ അയച്ച ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ആവശ്യമില്ല. സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന ബില്ലുകൾ തടഞ്ഞുവെക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉപദേശം ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് ഫെഡറൽ ഘടനയെ ദോഷകരമായി ബാധിക്കുന്നതാണെന്നുമാണ് കേരളത്തിന്റെ ഹർജിയിലെ വാദം. ഈ സാഹചര്യത്തിൽ 4 ബില്ലുകൾ തടഞ്ഞുവെച്ച രാഷ്ട്രപതിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം. ബില്ലുകൾ തടഞ്ഞ തീരുമാനം റദ്ദാക്കണം. ഇതിനായി സുപ്രീം കോടതി അതിന്റെ അസാധാരണ അധികാരം ഉപയോഗിക്കണമെന്നുമാണ് കേരളത്തിന്റെ ഹർജിയിലെ ആവശ്യം. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്നതാണ് തടഞ്ഞുവെച്ചവയിൽ 3 ബില്ലുകൾ. കേരള സഹകരണ സൊസൈറ്റി നിയമ ഭേദഗതിയാണ് മറ്റൊരു ബിൽ. സുപ്രീം കോടതിയിലെ തലമുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാലിന്റെ ഉപദേശമനുസരിച്ചാണ് രാഷ്ട്രപതിയുടെ ഓഫീസിനെതിരെ കേരളത്തിന്റെ അസാധാരണ ഹർജി. കേരളത്തിന്റെ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഏപ്രിൽ 1 പരിഗണിക്കും. രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമായ വിഭാഗത്തിലുള്ള ബില്ലുകളല്ല തടഞ്ഞുവെച്ചതെന്ന് നിയമമന്ത്രി P. രാജീവ്. ബില്ലുകളുടെ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി ഭരണഘടനാപരമല്ല. സാധാരണ രാഷ്ട്രപതിക്ക് അയക്കേണ്ട ഒരു പ്രശ്നവും ഈ ബില്ലുകൾക്കകത്ത് ഞങ്ങൾ കാണുന്നില്ല. ആ സന്ദർഭത്തിൽ രാഷ്ട്രപതി തന്നെ അസന്റ് നൽകുന്നില്ല എന്ന സമീപനം സ്വീകരിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതറിയാൻ നിയമനിർമ്മാണ സഭയ്ക്ക് അവകാശമുണ്ട്. ഭരണഘടനയ്ക്ക് മുകളിൽ ഇന്ത്യയിൽ ഒരു സ്ഥാപനവും ഇല്ല. എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണ്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.